ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജ്ഞാനപീഠവും പത്മവിഭൂഷണും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ഉൾപ്പെടെ അമൂല്യമായ പുരസ്കാരങ്ങളും അവാർഡുകളും പ്രശസ്തി പത്രവും നേരിൽ കാണാൻ കോഴിക്കോട് MT മ്യൂസിയം ഒരുങ്ങി. ദേശാഭിമാനി MT സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് അക്ഷര തേജസ്സിന് മ്യൂസിയം ഒരുങ്ങിയത്. രാജ്യത്ത് ജീവിച്ചിരിക്കെ മ്യൂസിയം ഒരുങ്ങുന്ന രണ്ടാമത്തെ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. MTക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് കാണാം പ്രധാന വാർത്തകൾ. അംഗീകരിക്കാനാവാത്ത പ്രവണതകളാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് മന്ത്രി AK ബാലൻ. ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല, നടപടി ഉടനെന്നും മന്ത്രി. മലയാളിയുടെ അക്ഷര തേജസ്സിന് മ്യൂസിയം ഒരുങ്ങി. അപൂർവ ശേഖരവുമായി ആർട്ട് ഗാലറിയിൽ MT മ്യൂസിയം. കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധ ചെലുത്തണമെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. വാർത്തകൾ വിശദമായി. സിനിമാ മേഖലയിൽ അംഗീകരിക്കാനാവാത്ത പല പ്രവണതകളും നടക്കുന്നുണ്ടെന്ന് മന്ത്രി AK ബാലൻ. അത് പരിപൂർണമായും ഇല്ലാതാക്കുമെന്നും ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ സർക്കാർ അനുവദിക്കില്ലെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. അംഗീകരിക്കാൻ പറ്റാത്ത പല പ്രവണതകളുമുള്ളൊരു മേഖലയാണ് സിനിമാ മേഖല. അത് പരിപൂർണമായും ഇല്ലാതാക്കും, അവരുടെ തന്നെ സഹായത്തോടു കൂടി. ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. മാളത്തിൽ നിന്ന് തീവച്ച് ഉടുമ്പിനെ എങ്ങനെയാണ് പുറത്തെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയായിരിക്കും കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ ഈ ഗവൺമെന്റ് കൊണ്ടുവരിക. അതിനിപ്പം ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ വിവരം കിട്ടിയ സമയത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രെയിനിങ്ങും ബ്രെയിൽ ക്ലബ്ബും സർക്കാർ സ്കൂളുകളിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയും സ്വയം പര്യാപ്തതയും കൈവരിക്കാനുതകുന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രെയിനിങ്ങും ബ്രെയിൻ ക്ലബ്ബും ജില്ലയിൽ സർക്കാർ സ്കൂളുകളിൽ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകി. കോഴിക്കോട് കേന്ദ്രമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ട്രൂ സ്കോളർ സൊല്യൂഷൻ LLPയുടെ സാങ്കേതിക സഹായത്തോടെ റോട്ടറി കാലിക്കറ്റ് സ്മാർട്ട് സിറ്റി, ഗവൺമെന്റ് മോഡൽ PTA എന്നിവ സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ PTAയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ബ്രെയിൻ ക്ലബിന്റെ ലോഗോ പ്രകാശനം PV ഗംഗാധരനിൽ നിന്നും CN വിജയകൃഷ്ണൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷെയ്ഖ് ഷഫറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ജയശ്രീ കീർത്തി, AN സത്യൻ, CK സതീഷ് കുമാർ, CK പ്രസന്നകുമാരി, ബീഗം മെഹജുബീൻ, AM ഷെരീഫ്, PTS ഉണ്ണി, MK രവിവർമ്മ രാജ, കായക്കൽ അഷ്റഫ്, AK ബാബുരാജ്, സിന്ധ്യ ശ്രീരാജ്, PP പ്രമോദ് കുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. സെന്റ് ആന്റണീസ് AUP സ്കൂളിൽ ഒരു വർഷത്തോളമായി തുടരുന്ന മദ്യമയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് സമാപനമായി. മോക്ഷ ഔദ്യോഗിക സമാപന പരിപാടി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് IPS ഉദ്ഘാടനം ചെയ്തു. സെന്റ് ആന്റണീസ് AUP സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിന്ന ബോധവൽക്കരണ പരിപാടികൾക്കാണ് സമാപനമായത്. മദ്യം, മയക്കുമരുന്നിനെതിരെ മോക്ഷ എന്ന പേരിലാണ് ബോധവൽക്കരണം നടന്നുവന്നിരുന്നത്.
സ്കൂളിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് IPS മോക്ഷയുടെ ഔദ്യോഗിക സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ലഹരി മരുന്നിന് അടിമപ്പെടാതിരിക്കാൻ രക്ഷിതാക്കളാണ് ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എക്സൈസ് ഇടപെടലുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഉറവിടം തടയണമെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും മുൻകൈയെടുക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ലഹരിയെ തടയാൻ കഴിയൂവെന്നും ഋഷിരാജ് സിംഗ് ഓർമ്മപ്പെടുത്തി. ലഹരിയിൽ ഉപയോഗിക്കുന്ന അംശങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ചോക്ലേറ്റ്, മുട്ടായി, സ്വീറ്റ്സ്, ഐസ്ക്രീമിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് സന്തോഷ് മെൻ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്ട്രസ് C. ലീന, ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ്, റവറൽ ഫാദർ സജീവ്, NP റഹീം, മുഹമ്മദ് കോയ, ജിജി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു വർഷത്തിനിടെ മോക്ഷയിലൂടെ നിരവധി രക്ഷിതാക്കൾക്കാണ് ബോധവൽക്കരണ ക്ലാസുകൾ നൽകിയിട്ടുള്ളത്. തെരുവു നാടകങ്ങൾ, ചിത്രപ്രദർശനങ്ങൾ എന്നിവയും ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിരുന്നു. വരും അധ്യയന വർഷത്തിലും ലഹരിക്കെതിരെ പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധികൃതർ. മലയാളത്തിന്റെ അക്ഷര തേജസ്സിന് കോഴിക്കോട്ട് മ്യൂസിയം ഒരുങ്ങി. ദേശാഭിമാനി MT സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ മ്യൂസിയം ഫെബ്രുവരി 21 മുതൽ 24 വരെ ആർട്ട് ഗാലറിയിൽ നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. MT അനുവദിക്കുകയാണെങ്കിൽ ഇത് സ്ഥിരം മ്യൂസിയമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ദേശാഭിമാനി MT സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി മലയാളിയുടെ അക്ഷര തേജസ്സിന് മ്യൂസിയം ഒരുങ്ങി. രാജ്യത്ത് ജീവിച്ചിരിക്കെ മ്യൂസിയം ഒരുങ്ങുന്ന രണ്ടാമത്തെ എഴുത്തുകാരനെന്ന ബഹുമതി MT വാസുദേവൻ നായർക്ക് ഇതോടെ സ്വന്തമായി. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ 21 മുതൽ 24 വരെയാണ് MTയുടെ അപൂർവ ശേഖരങ്ങൾ ഉൾക്കൊള്ളിച്ച മ്യൂസിയത്തിൽ പ്രദർശനം നടക്കുക. ചെറുതും വലുതുമായി പുസ്തകങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം മ്യൂസിയത്തിൽ ഉണ്ട്. MTക്ക് ലഭിച്ച ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളും അവാർഡുകളും പ്രശസ്തിപത്രവും കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കും. MTയുടെ കൈപ്പടയിലുള്ള കൈയെഴുത്തു കോപ്പികൾ, മാസിക, ആദ്യം ഉപയോഗിച്ച പേന എന്നിവ ഉൾപ്പെടെ മ്യൂസിയത്തിൽ കാണാം. കൂടാതെ കേരളത്തിലെ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർമാർ ഒപ്പിയെടുത്ത MTയുടെ അപൂർവ ചിത്രങ്ങളുടെ പ്രദർശനവും മ്യൂസിയത്തിലുണ്ട്. മ്യൂസിയത്തിന്റെ ഉദ്ഘാടന കർമ്മം സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ നിർവഹിച്ചു. MT അനുവദിക്കുകയാണെങ്കിൽ സർക്കാർ ഇത് സ്ഥിരം മ്യൂസിയമാക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. MTയുടെ പേര് മനുഷ്യവംശം ഉള്ള കാലത്തോളം സ്മരിക്കപ്പെടണം. അദ്ദേഹത്തിന്റെ സംഭാവന എക്കാലത്തും ഓർക്കണം. അതുകൊണ്ട് ഇത് ഒരു സ്ഥിരം മ്യൂസിയമാക്കി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട MT സമ്മതിക്കുമെങ്കിൽ സാംസ്കാരിക വകുപ്പ് ആ ചുമതല ഏറ്റെടുക്കുമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചടങ്ങിൽ MGS നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. സാംസ്കാരിക കേരളത്തിന്റെ നല്ല മാറ്റത്തിനുള്ള ഉദാഹരണമാണ് MTക്ക് കോഴിക്കോട് നൽകുന്ന ഈ ആദരവ് എന്ന് MGS നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി പറഞ്ഞു. ചടങ്ങിൽ NP ഹാഫിസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പുരുഷൻ കടലുണ്ടി MLA, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, MT വാസുദേവൻ നായർ, CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ തുടങ്ങിയവരും സംബന്ധിച്ചു. അതിവേഗ റെയിൽ പദ്ധതി സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സർവേ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നതെന്ന് അതിവേഗ റെയിൽ പ്രതിരോധ സമിതി ഭാരവാഹികൾ. സർക്കാർ നടപടികൾ പാതയ്ക്ക് അനുകൂലമാകുന്ന പക്ഷം പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുമെന്നും സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിവേഗ റെയിൽ പദ്ധതിയെ സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതുമായ സർവേ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നതെന്ന് പ്രതിരോധ സമിതി ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും അഭിപ്രായ സർവേ നടത്തുന്ന C4 എന്ന സ്ഥാപനമാണ് ഇതിന് പിന്നിൽ. അതിവേഗ റെയിൽ കടന്നുപോകുന്ന 11 ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് 13,447 വോട്ടർമാരെ നേരിൽ കണ്ട് അഭിമുഖം നടത്തിയെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ആധികാരിക സർവേ എന്നറിയപ്പെടുന്ന സർവേയെ സംബന്ധിച്ച വിവരങ്ങളൊന്നും KSHRCയുടെ വെബ്സൈറ്റിൽ ലഭ്യമായില്ലെന്നും പ്രതിരോധ സമിതി പ്രവർത്തകർ പറയുന്നു. 1.5 ലക്ഷം കോടിയിൽ ചിലവഴിച്ച് 9 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതി വഴി പരിസ്ഥിതി ആഘാതവും ഒപ്പം നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരുന്ന ആ സ്ഥിതിവിശേഷവുമാണുള്ളത്. മുൻപ് പ്രതിഷേധമുയർന്നപ്പോൾ നിലവിലെ ഭരണപാർട്ടി ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നും അല്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം, ഫെബ്രുവരി 18 ശനിയാഴ്ച വൈവിധ്യമാർന്ന നൃത്ത സംഗീത പരിപാടി ഗുജറാത്തി ഉത്സവ്, 19 ഞായറാഴ്ച ഡഫോഡിൽസ് അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേള, 20 തിങ്കളാഴ്ച നൃത്ത മത്സരം, 21 ചൊവ്വാഴ്ച ഭക്തിനാടകം ശ്രീരാമരാജ്യം, 22 ബുധനാഴ്ച വെസ്റ്റ് ഹിൽ നൃത്ത കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തശില്പം ദേവദേവോ ഭവ, 23 വ്യാഴാഴ്ച വൈകിട്ട് 4:30 മണിക്ക് ക്ഷേത്രക്കുളത്തിൽ തെപ്പോത്സവം, 24 വെള്ളിയാഴ്ച മഹാശിവരാത്രി രാത്രി 12 മണിക്ക് സംഗീതമഹൽ ഓർക്കസ്ട്രയുടെ മെഗാ ഗാനമേള, പുലർച്ചെ 3 മണിക്ക് ഗംഭീര കരിമരുന്ന് പ്രയോഗം കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം. നിനക്ക് പുതിയ നെക്ലസ് നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ, റിയലി? താങ്ക് യു. എന്താ ഉണ്ടായേ? നമുക്ക് ഗോൾഡ് ബാർ കിട്ടി, ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ? ആഭരണങ്ങളുടെ ഉത്സവം, 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടും അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി എത്തിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും നിസ്വാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി എ.കെ. ബാലൻ. കേരള ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുടെ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുടെ പരിശീലന പരിപാടിക്ക് സമാപനമായി. ചേവായൂർ കിർദാസിൽ വെച്ച് നടന്ന പരിപാടി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ മന്ത്രി എ.കെ. ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഇതര വിഭാഗങ്ങളോടൊപ്പം പട്ടികജാതി പട്ടികവർഗക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് സർക്കാരിന്റെ സമഗ്രമായ ലക്ഷ്യമെന്നും ഇവർക്കായി പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി എത്തിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു ഉദ്യോഗവൃന്ദങ്ങളും നിസ്വാർത്ഥമായി പ്രവർത്തിക്കണമെന്നും ഭവനരഹിതരായ പട്ടികവർഗക്കാർക്ക് വീട് നിർമ്മിച്ചു നൽകുവാനുള്ള പദ്ധതികൾ പൂർത്തിയായെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മറ്റിതര വിഭാഗങ്ങളെക്കാളും പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ പലപ്പോഴും രൂപം കൊള്ളുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുക, മറ്റിതര വിഭാഗങ്ങളെ പോലെ തന്നെ ഈ വിഭാഗങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരിക, ഇതാണ് നമ്മുടെ വകുപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഡോക്ടർ ബിന്ദു എസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കണ്ണൂർ നടുവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാലൻ, എ മണിഭൂഷൺ, കെ എസ് പ്രദീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുമേഖലയെ തകർത്തുകൊണ്ട് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ഗവൺമെന്റും അതോറിറ്റികളുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. കരിപ്പൂർ എയർപോർട്ടിനോടുള്ള വിവേചന ജനവഞ്ചനയ്ക്കെതിരെയുള്ള വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കിഡ്സൺ കോർണറിൽ നടന്ന പ്രക്ഷോഭയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിപ്പൂർ എയർപോർട്ടിനോടുള്ള വിവേചന ജനവഞ്ചനയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ചു. ഫെബ്രുവരി 21, 22, 23 തീയതികളിലാണ് പ്രക്ഷോഭയാത്ര നടക്കുന്നത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പ്രക്ഷോഭയാത്ര ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലയെ നിലനിർത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും അല്ലാതെ പൊതുമേഖലയെ തകർത്തുകൊണ്ട് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കുന്ന നയം അവസാനിപ്പിക്കണമെന്നും ഹമീദ് വാണിയമ്പലം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കരിപ്പൂർ എയർപോർട്ട് അഥവാ പൊതുമേഖലയിലുള്ള ഒരു വിമാനത്താവളത്തെ തകർത്തതിനു ശേഷമാണ് സ്വകാര്യ മേഖലയിലുള്ള ഒരു എയർപോർട്ടിന്റെ ലാഭത്തെക്കുറിച്ച് ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ടുന്ന ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഒരു പ്രധാന മുഖ്യമന്ത്രി അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്നത് തീർച്ചയായിട്ടും അത് കോർപ്പറേറ്റ് ഫ്രണ്ട്ലിയായ. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അസ്ലം ചെറുവാടി അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി AP വേലായുധൻ, വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി, വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് MI അബ്ദുൾ റഷീദ്, മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ, സോൾഡാരിറ്റി പ്രതിനിധി അഷ്കർ, മുസ്തഫ പാലാഴി, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് PC മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. വ്യക്തിഗത താൽപര്യങ്ങൾ മാറ്റിവെക്കാനുള്ള മനസ്സാണ് സേനാംഗങ്ങൾക്ക് വേണ്ടതെന്ന് ലഫ്റ്റനന്റ് കമാൻഡർ ശ്യാം സാഗർ.
അമേരിക്കൻ നാവികസേനയിൽ പരിശീലനം പൂർത്തിയാക്കി വിങ്സ് ഓഫ് ഗോൾഡിന് അർഹനായ ശേഷം ഇന്ത്യൻ നാവികസേനയിൽ സേവനം തുടരുന്ന ശ്യാം സാഗറിന് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വിങ്സ് ഓഫ് ഗോൾഡിന്റെ നേട്ടത്തോടെ ഇന്ത്യൻ നാവികസേനയിലെ ഫൈറ്റർ വിമാനങ്ങൾ ലഫ്റ്റനന്റ് കമാൻഡർ ശ്യാം സാഗർ നയിക്കും. കോഴിക്കോട് എടക്കാട് സ്വദേശിയായ ശ്യാം സാഗർ ഇന്ത്യൻ എയർഫോഴ്സിലെ പരിശീലനം പൂർത്തിയാക്കിയ അവസരത്തിലാണ് അമേരിക്കൻ നാവികസേന ഫൈറ്റർ പൈലറ്റ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത്. ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിദേശ പരിശീലനത്തിന് തെരഞ്ഞെടുത്ത 4 ഓഫീസർമാരിൽ ഒരാളായിരുന്നു ശ്യാം സാഗർ എന്നത് കേരളീയർക്കും പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. 10ാം തരം വരെ ശ്യാം സാഗറിന്റെ പഠനം നയിച്ച വിദ്യാലയത്തിനും അഭിമാനിക്കത്തക്കതായിരുന്നു ഈ അംഗീകാരം. വെസ്റ്റ് ഹിൽ ലിറ്റിൽ ഡാഫോഡൈൽസ് സ്കൂൾ നേതൃത്വത്തിൽ അനുമോദനമൊരുക്കി. പൂച്ചെണ്ടായും പൂമാലയായും ഉപഹാരമൊക്കെയുമായി ശ്യാം സാഗർ അഭിമാനപൂർവ്വം അനുമോദനങ്ങൾ ഏറ്റുവാങ്ങി. PTA പ്രസിഡന്റ് ഇ രാജേഷ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ എൻ രാമചന്ദ്രൻ നായർ, വൈസ് പ്രിൻസിപ്പൽ അഖിലേഷ് കുമാർ, പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ശ്യാം മോഹൻ, മുൻ PTA പ്രസിഡന്റ് UV ദിനേഷ് മണി, പ്രമീള സതീഷ്, സുചിത്ര, റോസി, ദീപ, നീനു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഫ്റ്റനന്റ് കമാൻഡർ ശ്യാം സാഗർ കുട്ടികളുമായി സംവദിച്ചു. കഠിനാധ്വാനവും മനോധൈര്യവുമാണ് സേനയ്ക്ക് വേണ്ട മുഖ്യ ഘടകങ്ങളെന്നും വ്യക്തിഗത താൽപര്യങ്ങൾ മാറ്റിവെക്കാനുള്ള മനസ്സുണ്ടാകണമെന്നും അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു. എടക്കാട് കക്കാട്ടുവേലിയിൽ PM ശശികുമാറിന്റെയും മിനി ശശികുമാറിന്റെയും മകനാണ് ശ്യാം സാഗർ. ഗഗന SK സഹോദരിയും സ്വാതി വസന്ത് ഭാര്യയുമാണ്. ജലം പങ്കുവയ്ക്കുക, പാഴാക്കരുത് എന്ന പ്രമേയത്തിൽ ISM സ്നേഹസ്പർശം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ജലത്തിന്റെ ഉറവിടങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത, ജലത്തിന്റെ ഉപയോഗം എന്നിവ സംബന്ധിച്ച് സമൂഹത്തിൽ ശരിയായ ബോധവൽക്കരണം നടത്തുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ജന്തുജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതും പാടെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന സന്ദേശവുമായി വിസ്ഡം റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി യുവജന വിഭാഗമായ ISM സ്നേഹസ്പർശം ആഭിമുഖ്യത്തിൽ ജലം ദൈവാനുഗ്രഹം, പങ്കുവയ്ക്കുക, പാഴാക്കരുത് എന്ന പ്രമേയത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മുഴുവൻ ജീവജാലങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ട ജലത്തിന്റെ ഉറവിടങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകത, ജലത്തിന്റെ ഉപയോഗം എന്നിവ സംബന്ധിച്ച് സമൂഹത്തിൽ ശരിയായ ബോധവൽക്കരണം നടത്തുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. സെമിനാറുകൾ, ലഘുലേഖ വിതരണം, പോസ്റ്റർ കോളാഷ്, തീം പോസ്റ്റർ പ്രദർശനം, ബഹുജന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും സംഘടനകളുമായി സഹകരിച്ച് മലിനമായി കിടക്കുന്ന ജലസ്രോതസ്സുകളും മറ്റും ശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതികൾ, കുടിവെള്ള വിതരണ സംഭരണികൾ സ്ഥാപിക്കൽ എന്നിവ ക്യാമ്പയിൻ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുവത്വത്തിന്റെ ആവേശം പ്രകടിപ്പിക്കാനുള്ള വേദിയായി റോഡുകളും ഡ്രൈവിംഗും മാറുന്നുവെന്നും പൌരബോധത്തിൽ ജീവിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ ഭാരത് എഡ്യൂക്കേഷൻ ഫൌണ്ടേഷന്റെ 16ാമത് വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് എഡ്യൂക്കേഷൻ ഫൌണ്ടേഷന്റെ 16ാമത് വാർഷികാഘോഷ പരിപാടികൾ ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. മന്ത്രി AK ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദൌർഭാഗ്യവശാൽ ആശങ്കയോടെയാണ് ജനങ്ങൾ കാണുന്നതെന്നും അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ ഭാരത് ഫൌണ്ടേഷന് കഴിയണമെന്നും മാതൃഭാഷയിൽ നിന്ന് പഠനം ആരംഭിച്ചാൽ മാത്രമേ മറ്റു ഭാഷകൾ കൂടുതൽ അറിയാനും പഠിക്കാനും കഴിയുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. നിയമം എല്ലാവരും അനുസരിക്കണമെന്നും നിയമം അനുസരിക്കുക ജീവൻ രക്ഷിക്കുക എന്നതാവണം എല്ലാവരുടെയും ലക്ഷ്യമെന്നും വിദ്യാർത്ഥികളും യുവാക്കളും ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇരുചക്ര യാത്രക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അതിലേറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലുള്ളവർ ഓടിക്കുന്ന വണ്ടികളിലാണ്. ചടങ്ങിൽ ഭാരത് എഡ്യൂക്കേഷൻ ഫൌണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ E ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ്, ഭാരത് ടാലന്റ് അവാർഡ്, ഭാരത് ടോപ്പേഴ്സ് അവാർഡ് എന്നിവ എഴുത്തുകാരൻ TP രാജീവൻ നൽകി. കോളേജ് പ്രിൻസിപ്പൽ JC, BIMT പ്രിൻസിപ്പൽ ഇസ്മയിൽ അയനറി, സോഫ്റ്റ് സ്കിൽ ട്രെയിനർ അബ്ദുൾ റഹ്മാൻ, യൂണിയൻ സെക്രട്ടറി ദീപു, ചെയർപേഴ്സൺ റിയ ചന്ദ്രൻ, ഫൈൻ ആർട്സ് സെക്രട്ടറി C മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. Now I have an humble request for our minister. മിനിസ്റ്ററുടെ നമ്മുടെ ഒരു അപേക്ഷ കൂടിയുണ്ട്. നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും കർഷക വിരുദ്ധ നടപടികളെ വിമർശിച്ച് അധികാരത്തിലേറിയ മമതാ ബാനർജിയും കർഷകരെ അടിച്ചൊതുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPIML റെഡ് സ്റ്റാർ ജനറൽ സെക്രട്ടറി KN രാമചന്ദ്രൻ ബാംഗ്ലൂർ കാർഷിക പ്രക്ഷോഭ ഐക്യദാർഢ്യ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നന്ദിഗ്രാമത്തിലെയും സിംഗൂരിലെയും കർഷക വിരുദ്ധ നടപടികളെ വിമർശിച്ച് അധികാരത്തിലേറിയ മമതാ ബാനർജിയും കർഷകരെ അടിച്ചൊതുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPIML റെഡ് ഫ്ലാഗ് ജനറൽ സെക്രട്ടറി KN രാമചന്ദ്രൻ
പശ്ചിമ ബംഗാളിലെ ബാംഗ്ലൂരിൽ കിടപ്പാടത്തുനിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നതിനെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കോഴിക്കോട് നടത്തിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് സാബി മാത്യു അധ്യക്ഷം വഹിച്ചു. ടി വി ബാലൻ, രതിദേവി, ഡോക്ടർ പി ജെ ജെയിംസ്, എൻ വി ബാലകൃഷ്ണൻ, എം കെ ദാസൻ, എൻ സുബ്രഹ്മണ്യൻ, ഡോക്ടർ കെ എൻ അജയ് കുമാർ, കെ എസ് ഹരിഹരൻ, എം വി കരുണാകരൻ, എം പി കുഞ്ഞിക്കണാരൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വെള്ളമില്ലായ്മയിൽ വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിന് ഹോമിയോ അഗ്രോ കെയർ. കീടങ്ങൾ, വൈറസ് രോഗങ്ങൾ, വന്യമൃഗങ്ങൾ, ക്ഷുദ്രജീവികൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം. ഹോമിയോ അഗ്രോ കെയർ. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രശ്നമേയല്ല. എല്ലാവിധ കൃഷികൾക്കും സൂക്ഷിപ്പുകാലത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കീടനാശിനിയോ ഘനലോഹങ്ങളോ ഇല്ലാത്ത വിളകൾക്കും സുരക്ഷിതമായ നാനോ മരുന്നാണ് ഹോമിയോ അഗ്രോ കെയർ. ഉൽപാദകർ നാനോ മിനി ഫാർമ LLP, ജവഹർ നഗർ, കോഴിക്കോട്. മൊബൈൽ 9447177058, 9495977058, 0495277058. ഇമെയിൽ minifarma@gmail.com. വാർത്തകൾ തുടരുന്നു. SKSSF ജില്ലാ സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാവും. സംഘടനയുടെ ത്രിവർണ്ണ പതാക സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ സമാപന സമ്മേളന നഗരിയിൽ ഉയർത്തും. സമ്മേളനത്തോടനുബന്ധിച്ച് 24, 25, 26 തീയതികളിലായി 10ഓളം സെക്ഷനുകളിൽ മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. നാദാപുരം ഹുദൈബയിൽ നടക്കുന്ന SKSSF കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. മദീന മുനവറയിൽ നിന്നും കൊണ്ടുവന്ന സംഘടനയുടെ ത്രിവർണ്ണ പതാക സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ സമാപന സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതോടുകൂടിയാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന സുന്നി വിദ്യാർത്ഥി സമ്മേളന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുന്നത്. ഫെബ്രുവരി 24, 25, 26 തീയതികളിലായി നടക്കുന്ന സെഷനുകളിൽ മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. 24 വൈകുന്നേരം 4:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി ഉദ്ഘാടനം ചെയ്യും. 25 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് പ്രവാസി സംഗമം പാറക്കൽ അബ്ദുള്ള MLA ഉദ്ഘാടനം ചെയ്യും. 26 തീയതി ഞായറാഴ്ച രാവിലെ 8:30 5000 പ്രതിനിധികൾ സംബന്ധിക്കുന്ന മദീന പാഷൻ ക്യാമ്പ് നടക്കും. തുടർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയോടെ ജില്ലാ സമ്മേളനത്തിന് സമാപനമാകും. MT ബഷീറും മനുഷ്യരോടൊപ്പം ജീവിച്ചാണ് സാഹിത്യ സൃഷ്ടി രൂപപ്പെടുത്തിയതെന്ന് സാംസ്കാരിക പ്രവർത്തകനും നടനുമായ VK ശ്രീരാമൻ. MT വാസുദേവൻ നായർക്ക് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നതിന്റെ സന്ദേശവുമായി മുതലക്കുളത്ത് സംഘടിപ്പിച്ച വിളംബര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് നൽകുന്ന ആദരത്തിന്റെ സന്ദേശവുമായി വിളംബര ജ്വാല തീർത്തു. MTക്ക് ആദ്യ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുന്നതിന്റെ സന്ദേശമുയർത്തി മുതലക്കുളം മൈതാനിയിലായിരുന്നു വിളംബര സമ്മേളനം. രാഷ്ട്രീയ സാംസ്കാരിക നായകർ ചേർന്ന് ജ്വാല തെളിയിച്ചു. മുതലക്കുളത്ത് നൂറുകണക്കിന് സാഹിത്യകലാ ആസ്വാദകരുടെ സാന്നിധ്യത്തിൽ സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര നടനുമായ VK ശ്രീരാമൻ വിളംബര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇക്കാലത്ത് പലരും എഴുതുന്നത് ഗൂഗിളിന്റെ സഹായത്തോടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. MTയും ബഷീറും മനുഷ്യരോടൊപ്പം ജീവിച്ചാണ് സാഹിത്യ സൃഷ്ടി രൂപപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത്തരം ഒരു കലാകാരൻ ഒരു പക്ഷേ ഒരു സമൂഹത്തില്, ഒരു കാലഘട്ടത്തില്, ഒരു യുഗത്തില്, ഒരു ഭാഷയില് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. ഈ നഗരം MTയുടെ സാന്നിധ്യം കൊണ്ട് നിരവധി കേരളത്തിലെ ഇപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള തലമുറയിലെ സാഹിത്യകാരന്മാരെ രൂപപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ അധ്യക്ഷം വഹിച്ചു. MK രാഘവൻ MP, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി MP അബ്ദുൽ സമദ് സമദാനി, CP ജില്ലാ സെക്രട്ടറി TV ബാലൻ, മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, MT ഫെസ്റ്റ് സ്വാഗത സംഘം ചെയർമാൻ A പ്രദീപ് കുമാർ MLA, ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ K പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു. MP വീരേന്ദ്രകുമാർ MPയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. സർക്കാർ സേവനങ്ങളിലൂടെ മാത്രം സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് മുൻ ജില്ലാ കളക്ടർ N പ്രശാന്ത് IAS. സ്ഥലം മാറിപ്പോകുന്ന കളക്ടർക്ക് കാലിക്കറ്റ് പ്രസ് ക്ലബ് നടത്തിയ യാത്രയയപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥലം മാറിപ്പോകുന്ന മുൻ ജില്ലാ കളക്ടർ N പ്രശാന്തിന് നഗരം ഊഷ്മളമായ യാത്രയയപ്പ് നൽകി.
കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ സാമൂഹിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയാവും പ്രവർത്തിക്കുകയെന്ന വാക്കുപാലിച്ചാണ് 2 വർഷത്തെ തന്റെ സേവനം അവസാനിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് തന്റെ പദ്ധതികളുടെ മുൻഗണനയിൽ സാമൂഹ്യ മേഖല കടന്നുവരാൻ കാരണം. എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ സന്ദർശിക്കണം. അവിടെ പോയാൽ വ്യക്തിപരമായ മുൻഗണനകൾ പോലും മാറിപ്പോകും. കമ്പാഷനേറ്റ് കോഴിക്കോട് തുടർന്നില്ലെങ്കിലും കമ്പാഷൻ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുതായി ഒന്നിനും ശ്രമിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ അനുവദിക്കില്ല. സർക്കാർ സേവനങ്ങളിലൂടെ മാത്രം സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി എൻ രാജേഷ്, KC റിയാസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ എന്നിവർ സംബന്ധിച്ചു. UK കുമാരന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത തക്ഷൻകുന്ന് സ്വരൂപത്തിന്റെ ഡീലക്സ് പതിപ്പ് പ്രകാശനം ചെയ്തു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ K കേളപ്പന്റെ ചെറുമക്കളായ നന്ദകുമാർ മൂടാടിയും അമ്മിണി അമ്മയും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. MJS നാരായണൻ ഏറ്റുവാങ്ങി. UK കുമാരന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത തക്ഷൻകുന്ന് സ്വരൂപത്തിന്റെ ഡീലക്സ് പതിപ്പ് പ്രകാശനം ചെയ്തു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ നോവലിലെ പ്രധാന കഥാപാത്രവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ K കേളപ്പന്റെ ചെറുമകളായ നന്ദകുമാർ മൂടാടിയും അമ്മിണി അമ്മയും ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. ഡോക്ടർ MJS നാരായണൻ പ്രതി ഏറ്റുവാങ്ങി. ഡോക്ടർ പ്രദീപ് കുമാർ കറ്റോട് എഡിറ്റ് ചെയ്ത തക്ഷൻകുന്ന് സ്വരൂപം നോവൽ പഠനങ്ങൾ എന്ന കൃതി MP അബ്ദുൾ സമദ് സമദാനി ഡോക്ടർ ഗദിജ മുംതാസ് നൽകി പ്രകാശനം ചെയ്തു. നോവലിന്റെ രംഗാവിഷ്കാരം PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ MJS നാരായണൻ അധ്യക്ഷം വഹിച്ചു. കൽപ്പറ്റ നാരായണൻ, അജിത് K ശ്രീധർ, പ്രതാപൻ തായാട്ട്, ദിനേശൻ കരിപ്പള്ളി എന്നിവർ സംസാരിച്ചു. UK കുമാരൻ, ഡോക്ടർ പ്രദീപ് കുമാർ കറ്റോട് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ബേപ്പൂർ രാധാകൃഷ്ണൻ, TP മമ്മു എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ചാലപ്പുറം വാർഡ് കമ്മിറ്റിയുടെയും DRS റെസിഡൻസ് അസോസിയേഷന്റെയും ബീച്ച് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ചാലപ്പുറം വാർഡ് കമ്മിറ്റിയുടെയും DRS റെസിഡൻസ് അസോസിയേഷന്റെയും ബീച്ച് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ന്യൂകാസ്റ്റിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് വാർഡ് കൌൺസിലർ PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ മെഡിസിൻ, സ്കിൻ എന്നീ വിഭാഗങ്ങളിലാണ് പരിശോധന നടന്നത്. കൂടാതെ സൌജന്യ മരുന്നു വിതരണവും നടന്നു. ഡോക്ടർ സിന്ധു, ഡോക്ടർ പ്രസീത, ഡോക്ടർ വിഷ്ണു പ്രഭാകരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ ക്ലാസും നടന്നു. ചടങ്ങിൽ DRS പ്രസിഡന്റ് VKV അബ്ദുൾ റസാഖ്, AT അബ്ദു, CC അബ്ദുറഹ്മാൻ, ഇഷാഖ്, TV അബൂബക്കർ കോയ, സഹദാബ്, MP ഹംസ കോയ, സിസ്റ്റർ സലോമി തുടങ്ങിയവരും പങ്കെടുത്തു. മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപികയുടെ 130ാം വാർഷികാഘോഷവും ദീപിക ഫ്രണ്ട്സ് ക്ലബിന്റെ 1ാം വാർഷികാഘോഷവും ഈ മാസം 24-ന് ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കും. വാർഷിക സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർഷികത്തോടനുബന്ധിച്ചുള്ള ദീപിക അവാർഡുകൾ മന്ത്രി TP രാമകൃഷ്ണൻ സമ്മാനിക്കും. മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപികയുടെ 130ാം വാർഷികാഘോഷവും ദീപിക ഫ്രണ്ട്സ് ക്ലബിന്റെ 1ാം വാർഷികാഘോഷവും 24-ന് വെള്ളിയാഴ്ച കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന വാർഷിക സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർഷികത്തോടനുബന്ധിച്ചുള്ള ദീപിക അവാർഡുകൾ മന്ത്രി TP രാമകൃഷ്ണൻ സമ്മാനിക്കും. ദുബായ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്റർനാഷണൽ ജനറൽ മാനേജർ അനീഷ് ജോർജ് ദീപിക പ്രവാസി രത്ന പുരസ്കാരത്തിനും അരാമ്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ വിപിൻ ജോസ് കുന്നത്ത് ദീപിക വിദ്യാദീപ്തി പുരസ്കാരത്തിനും സുമിക്സ് കിഡ്സ് വെയർ മാനേജിംഗ് ഡയറക്ടർ KP ബീന ദീപിക വനിതാ രത്ന പുരസ്കാരത്തിനും അർഹരായി. ചടങ്ങിൽ പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ആദരിക്കും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ MP, വീരേന്ദ്രകുമാർ MP, MK രാഘവൻ MP, A പ്രദീപ് കുമാർ MLA, ജില്ലാ കളക്ടർ UV ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സംസ്ഥാനത്തൊട്ടാകെ BJP നടത്തുന്ന പട്ടിണി സമരത്തിന്റെ ഭാഗമായി ഒളവണ്ണ പഞ്ചായത്തിൽ ഒളവണ്ണ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പട്ടിണി സമരം പൊക്കനാരി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. പവിത്രൻ അധ്യക്ഷനായിരുന്നു. 24 മണിക്കൂർ ദിനരാത്ര സമരത്തിൽ നിരവധി നേതാക്കൾ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അംഗീകരിക്കാനാവാത്ത പ്രവണതകളാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് മന്ത്രി AK ബാലൻ. ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ അനുവദിക്കില്ല, നടപടി ഉടനെന്നും മന്ത്രി. മലയാളിയുടെ അക്ഷര തേജസ്സിന് മ്യൂസിയം ഒരുങ്ങി. അപൂർവ ശേഖരവുമായി ആർട്ട് ഗാലറിയിൽ MT മ്യൂസിയം. കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധ ചെലുത്തണമെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotico. We will treat you